ഹലോ എവരി വൺ, എല്ലാവർക്കും ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 3 അപ്പോൾ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ഈ ഓഡിയോ ക്ലാസ്സുകൾ തീർച്ചയായിട്ടും ഫുള്ളായിട്ടിരുന്ന് കേൾക്കുക. കാരണം ഞാൻ ഓരോ പോയിൻറ്സും പറയുന്നത് നിങ്ങളത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വായിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ അത് ഉള്ളിൽ കയറുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കഴിയണതും ഫുൾ വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ന്യൂസാണിത്. അറ്റ് റെക്കോർഡ് ഹൈ GST മോപ്പ് ടോപ്സ് 1 lakh crore മാർക്സ് ഫോർ 6th month in a row. അപ്പോൾ മാർച്ച് മാസത്തിലത്തെ GST കളക്ഷൻ ടോട്ടൽ 1.23 lakh crore ആയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഈ കഴിഞ്ഞ 6 മാസത്തെ കളക്ഷനേക്കാട്ടിലും ഏറ്റവും മുന്തി നിൽക്കുന്ന ഒരു കളക്ഷനാണ് 1.23 lakh crore ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ the total revenue earned for the month are 27% higher than GST collected in the same month last year. അപ്പോൾ 2020 മാർച്ചിൽ കളക്ട് ചെയ്തതിനെക്കാട്ടിലും 27% കൂടി കൂടുതലാണ് ഈ വർഷം കളക്ട് ചെയ്തത്, ഈ 1.23 lakh crore എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ന്യൂസിലേക്ക് കിടക്കാം. അനിയൻ മിഥുൻ വിൻസ് ഗോൾഡ് അറ്റ് സൗത്ത് ഏഷ്യൻ വൂഷു ടൂർണമെൻറ്റ് എന്നാണ് അർത്ഥം. അപ്പോൾ അനിയൻ മിഥുനാണ്, അത് തൃശ്ശൂർ ആണ്. അനിയൻ മിഥുൻ ഓഫ് നാട്ടിക്ക, തൃശ്ശൂർ കേരളയിലാണ് ഈ അനിയൻ മിഥുൻ എന്ന് പറയുന്ന ആൾ. അപ്പോൾ 28 വയസ്സായിട്ടുള്ള യൂത്താണ്. റെപ്രസെൻറ്റഡ് ദ കൺട്രി ഇൻ 70 kg കാറ്റഗറി വൂഷു ചാമ്പ്യൻഷിപ്പിലാണ് ഇന്ത്യക്ക് വേണ്ടി റെപ്രസെൻറ്റ് ചെയ്ത് കളിച്ചതാണ്. അപ്പോൾ ഗോൾഡ് മെഡൽ നേടി. ഏഷ്യൻ വൂഷു ടൂർണമെൻറ്റിൽ ഗോൾഡ് മെഡലാണ് നേടിയത്. ഹീ ഈസ് ദ ഫസ്റ്റ് വൂഷു പ്ലെയർ ഫ്രം സദേൺ ഇന്ത്യ ടു റീച്ച് ദ ഇന്ത്യൻ ടീം. അപ്പോൾ ഫസ്റ്റ് ഇന്ത്യൻ പ്ലെയർ കൂടിയാണ്. ഫസ്റ്റ് സൗത്ത് ഇന്ത്യൻ ആണ്. ഫസ്റ്റ് സൗത്ത് ഇന്ത്യൻ ടു റീച്ച് ഇന്ത്യൻ ടീമിൽ കളിക്കുന്ന ഫസ്റ്റ് സൗത്ത് ഇന്ത്യൻ കൂടിയാണ് ഈ അനിയൻ മിഥുൻ. അപ്പോൾ ഈ ന്യൂസ്, അനിയൻ മിഥുൻ കേരളീയൻ ആയതുകൊണ്ട് നമുക്ക് കേരളത്തിൻ്റെ കുറച്ച് സ്റ്റാറ്റിക് GK നോക്കാം. അപ്പോൾ കേരളത്തിൻ്റെ ക്യാപിറ്റൽ എല്ലാവർക്കും അറിയാം, തിരുവനന്തപുരമാണ്. ചീഫ് മിനിസ്റ്റർ പിണറായി വിജയനാണ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ്. പിന്നെ കുറച്ച് നാഷണൽ പാർക്സിൻ്റെ പേര് പറയാം, അതൊക്കെ കേരളത്തിലുള്ളതാണ്. ആനമുടി ഷോല നാഷണൽ പാർക്ക്, മത്തിക്കെട്ടൻ ഷോല നാഷണൽ പാർക്ക്, പമ്പാടം ഷോല നാഷണൽ പാർക്ക്, ഇരവികുളം നാഷണൽ പാർക്ക്, പെരിയാർ നാഷണൽ പാർക്ക്, സൈലൻറ്റ് വാലി നാഷണൽ പാർക്ക്, ഇതൊക്കെ കേരളത്തിലാണുള്ളത്. പിന്നെ ഷെണ്ടൂർണി വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഇടുക്കി വൈൽഡ് ലൈഫ് സാങ്ച്വറി, ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി, പെപ്പറ വൈൽഡ് ലൈഫ് സാങ്ച്വറി, വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി, നെയ്യാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി, ആറളം വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഇതൊക്കെ കേരളത്തിൽ തന്നെയാണുള്ളത്. കേരളത്തിൻ്റെ ഡാൻസ് ഫോം എന്ന് പറയുന്നത് കഥകളിയാണ്. ഇടുക്കി ഡാം, അതേപോലെ കുറച്ച് ഡാമുകളുണ്ട്, അത് കേരളത്തിലുള്ള ഡാമുകളാണ്, അത് ഞാൻ പറയാം. ഇടുക്കി ഡാം, പെരിയാർ റിവറിലത്തെ ഇടുക്കി ഡാമും കേരളത്തിലാണുള്ളത്. മുല്ലപ്പെരിയാർ ഡാം, പെരിയാർ റിവർ കേരളത്തിലാണുള്ളത്. നെയ്യാർ ഡാം, നെയ്യാർ റിവർ, അതും കേരളത്തിലാണുള്ളത്. പിന്നെ വേമ്പനാട് ലേക്ക്, ഇറ്റ് ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് ലഗൂൺ ഇൻ ഇന്ത്യ ആൻഡ് ദ ലോങ്ങസ്റ്റ് ലേക്ക്. 96.5 കിലോമീറ്റർ ആണ് അതിൻ്റെ നീളം. അപ്പോൾ സെക്കൻഡ് ലാർജസ്റ്റ് ലഗൂൺ, അപ്പോൾ സെക്കൻഡ് ലാർജസ്റ്റ് ലഗൂണുമാണ്, അതേപോലെ ലോങ്ങസ്റ്റ് ലേക്കുമാണ്. ലോങ്ങസ്റ്റ് ലേക്ക് എന്ന് പറയുമ്പോൾ 96.5 കിലോമീറ്റർ ആണ് അതിൻ്റെ ലെങ്ത്ത്. പിന്നെ ശ്രീ പത്മനാഭസ്വാമി ടെമ്പിൾ, അതേപോലെ ശബരിമല ശ്രീ അയ്യപ്പ ടെമ്പിളും കേരളത്തിൽ തന്നെയാണുള്ളത്. ഇതെല്ലാവർക്കും അറിയുന്നുണ്ടാവും. പത്മനാഭസ്വാമി ടെമ്പിളും അയ്യപ്പ ടെമ്പിളും എല്ലാവർക്കും അറിയുന്നതാണ്. അതേപോലെ ബാക്കി ഇടുക്കി ഡാം, മുല്ലപ്പെരിയാർ ഡാം, അതേപോലെ നെയ്യാർ ഡാം, ഇതെല്ലാവരും നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചിലർക്ക് അറിയുന്നുണ്ടാവും, ചിലർക്ക് അറിയുന്നുണ്ടാവില്ല. പിന്നെ ഈ നാഷണൽ പാർക്കും വൈൽഡ് ലൈഫ് സാങ്ച്വറീസുമാണ് നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവുക. അത് നിങ്ങൾ നോക്കി വയ്ക്കുക. ഞാൻ പറഞ്ഞു തന്നു, അപ്പോൾ നിങ്ങളിനി അത് പഠിക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത ന്യൂസിലേക്ക് കിടക്കാം. ഗവൺമെൻറ് എക്സ്റ്റെൻസ് എമർജൻസി ക്രെഡിറ്റ് ലൈൻ ഗ്യാരണ്ടി സ്കീം ടു June 30. അപ്പോൾ ദ ഗവൺമെൻറ് ഹാസ് എക്സ്റ്റെൻഡഡ് ECLGS by another 3 months and widened its scope to issue additional funding up to 40% of outstanding loans as on February 29, 2020 as against 20% earlier. അപ്പോൾ ഗവൺമെൻറ് എമർജൻസി ക്രെഡിറ്റ് ലൈൻ ഗ്യാരണ്ടി സ്കീം
എക്സ്റ്റെൻഡ് ചെയ്തു, ജൂൺ 30 വരെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ടെനർ ഓഫ് ലോൺസ് ഗ്രാൻഡഡ് അണ്ടർ ECLGS 3.0 വിൽ ബി 6 years ഇൻക്ലൂഡിങ് 2 years മൊറട്ടോറിയം പീരീഡ്. പിന്നെ ദ സ്കീം ഹാസ് ബീൻ എക്സ്റ്റെൻഡഡ് അൺടിൽ ജൂൺ 30. അപ്പോൾ ജൂൺ 30 വരെ അല്ലെങ്കിൽ 3 trillion റുപ്പീസ് ഡിസ്ബേഴ്സ് ചെയ്യുന്നത് വരെ, അതാണ് അതിൻ്റെ ടൈം ലൈൻ. ഡ്യൂ ടു കണ്ടിന്യൂയിങ് അഡ്വേഴ്സ് ഇമ്പാക്റ്റ് ഓഫ് COVID-19 പാൻഡമിക് ഓൺ എ സർട്ടൻ സർവീസസ് സെക്ടർ. നമുക്ക് അടുത്ത ന്യൂസിലേക്ക് കിടക്കാം. ലഫ്റ്റനൻറ്റ് ജനറൽ മഞ്ജീന്ദർ സിംഗ് ടേക്സ് ഓവർ ആസ് ദ 47th ചീഫ് ഓഫ് സ്റ്റാഫ് ഓഫ് ദ വെസ്റ്റേൺ കമാൻഡ്. അപ്പോൾ ചീഫ് ഓഫ് ദ സ്റ്റാഫ് ഓഫ് വെസ്റ്റേൺ കമാൻഡായിട്ട് 47th ചീഫ് ഓഫ് സ്റ്റാഫ് ഓഫ് വെസ്റ്റേൺ കമാൻഡായിട്ട് മഞ്ജീന്ദർ സിംഗ് സ്ഥാനമേറ്റു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദി ജനറൽ ഈസ് ആൻ അലുമിനസ് ഓഫ് സൈനിക് സ്കൂൾ കപൂർത്തല നാഷണൽ ഡിഫൻസ് അക്കാഡമി ആൻഡ് ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി. ഹി വാസ് കമ്മീഷൻഡ് ഇൻ 19 മദ്രാസ് in December 1986. He has commanded a battalion in counter-insurgency environment in Jammu and Kashmir as an infantry brigade at the line of control and an infantry division as part of strike corps. അപ്പോൾ ഇതിൽ നിങ്ങൾ ഇത്രയാണ് ഓർത്ത് വെക്കേണ്ട ഈ ന്യൂസ്. ലഫ്റ്റനൻറ്റ് ജനറൽ മഞ്ജീന്ദർ സിംഗ് ടേക്സ് ഓവർ ആസ് ദ 47th ചീഫ് ഓഫ് ദ സ്റ്റാഫ് ഓഫ് വെസ്റ്റേൺ കമാൻഡ്. നമുക്ക് അടുത്ത ന്യൂസിലേക്ക് കിടക്കാം. ലേബർ ബ്യൂറോ ലോഞ്ചസ് 2 of the 5 ഓൾ ഇന്ത്യ സർവേസ് ഓൺ മൈഗ്രൻ്റ് വർക്കേഴ്സ് ആൻഡ് അക്കീസ്. അപ്പോൾ ഈ അക്കീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AQEES ആണ്. അതിൻ്റെ അർത്ഥം ഓൾ ഇന്ത്യ ക്വാർട്ടർലി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ബേസ്ഡ് എംപ്ലോയ്മെൻറ്റ് സർവേ. അപ്പോൾ ലേബർ ബ്യൂറോ ഹാസ് ബീൻ ടാസ്ക്ഡ് വിത്ത് ദ 5 സർവേസ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അപ്പോൾ ലേബർ ബ്യൂറോ ലോഞ്ചസ് 2 of the 5 ഓൾ ഇന്ത്യ സർവേസ് ഓൺ മൈഗ്രൻ്റ് വർക്കേഴ്സ് ആൻഡ് അക്കീസ്. അപ്പോൾ അതിൽ 5 സർവേ ചെയ്തു എന്നാണ്, ലോഞ്ച് ചെയ്തു എന്നാണ്, ആ സർവേസിലത്തെ 2 ലോഞ്ച് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലേബർ ബ്യൂറോ ആണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. സർവേസ് വർ ഡിസൈൻഡ് അണ്ടർ എക്സ്പേർട്ട് ഗ്രൂപ്പ് ചെയർഡ് ബൈ പ്രൊഫസർ SP മുഖർജി. അടുത്ത ന്യൂസിലേക്ക് കിടക്കാം. CDS ജനറൽ ബിപിൻ റാവത്ത് ഓപ്പറേഷണലൈസസ് ജോയിൻറ്റ് ലോജിസ്റ്റിക്സ് നോഡ് JLN ഇൻ മുംബൈ. അപ്പോൾ CDS ജനറൽ ബിപിൻ റാവത്ത് ജോയിൻറ്റ് ലോജിസ്റ്റിക്സ് നോഡ് ഓപ്പറേഷനിലാക്കി എന്നാണ് പറയുന്നത് മുംബൈയിൽ വെച്ച്. അപ്പോൾ മുംബൈ റിലേറ്റഡ് ന്യൂസ് ആയതുകൊണ്ട് നമുക്ക് ഈ ജനറൽ ബിപിൻ റാവത്ത് ചീഫ് ഓഫ് ദ ഡിഫൻസ് സ്റ്റാഫ് ആണ് ജനറൽ ബിപിൻ റാവത്ത്. അപ്പോൾ ഇതിൽ മുംബൈ റിലേറ്റഡ് ന്യൂസ് ആയതുകൊണ്ട് മഹാരാഷ്ട്രയെക്കുറിച്ച് കുറച്ച് ഫാക്ട്സ് നോക്കാം. മഹാരാഷ്ട്രയുടെ ക്യാപിറ്റലാണ് മുംബൈ. അപ്പോൾ നമുക്ക് നോക്കാം. മഹാരാഷ്ട്ര ക്യാപിറ്റൽ മുംബൈ. ചീഫ് മിനിസ്റ്റർ ഉദ്ധവ് താക്കറെയാണ്. ഗവർണർ ഭഗത് സിംഗ് കോഷിയാരിയാണ്. അതേപോലെ കുറച്ച് നാഷണൽ പാർക്ക്സ് മഹാരാഷ്ട്രയിലുള്ളത് ഞാൻ വായിക്കാം. ചന്ദോലി നാഷണൽ പാർക്ക്, ഗുഗമൽ നാഷണൽ പാർക്ക്, നവേഗോൺ നാഷണൽ പാർക്ക്, തദോബ നാഷണൽ പാർക്ക്. അതേപോലെ കുറച്ച് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഉണ്ട്, അത് ഞാൻ വായിക്കാം. കോയിന വൈൽഡ് ലൈഫ് സാങ്ച്വറി, തൻസ വൈൽഡ് ലൈഫ് സാങ്ച്വറി, മാൽവാൻ വൈൽഡ് ലൈഫ് സാങ്ച്വറി, അതേപോലെ ഫൻസദ് വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഗോഡാസാരി വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഇതൊക്കെ മഹാരാഷ്ട്രയിലാണുള്ളത്. പിന്നെ മഹാരാഷ്ട്രയിലത്തെ ഒരു ഡാൻസ് ലാവണിയാണ്. പിന്നെ താരാപൂർ അറ്റോമിക് പവർ സ്റ്റേഷനും ജയ്റ്റപൂർ ന്യൂക്ലിയർ പവർ പ്രൊജക്റ്റും മഹാരാഷ്ട്രയിലാണുള്ളത്. പിന്നെ കോയിന ഡാം, കോയിന റിവറിലുള്ള കോയിന ഡാമും മഹാരാഷ്ട്രയിലാണുള്ളത്. ബട്സ റിവറിലുള്ള ബട്സ ഡാമും മഹാരാഷ്ട്രയിലാണുള്ളത്. ഗിർന റിവറിലുള്ള ഗിർന ഡാമും മഹാരാഷ്ട്രയിലാണുള്ളത്. ഭോഗവതി റിവറിലുള്ള രാധാനഗരി ഡാം മഹാരാഷ്ട്രയിലാണുള്ളത്. ഛത്രപതി ശിവാജി ഇൻ്റർനാഷണൽ എയർപോർട്ടും അതേപോലെ ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ ഇൻ്റർനാഷണൽ എയർപോർട്ടും മഹാരാഷ്ട്രയിലാണുള്ളത്. അപ്പോൾ ഇതാണ് മഹാരാഷ്ട്രയുടെ കുറച്ച് ഫാക്ട്സ്, അതായത് സ്റ്റാറ്റിക് GK. എൻ്റെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സസിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ ഒപ്പം കറണ്ട് അഫയേഴ്സിനോടൊപ്പം തന്നെ അതിൻ്റെ സ്റ്റാറ്റിക് GK കൂടി കവർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാറ്റിക് GK സെപ്പറേറ്റ് ആയിട്ട് നോക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ക്ലാസ് റെഗുലറായിട്ട് ഫോളോ ചെയ്താൽ മതി. നിങ്ങൾക്ക് സ്റ്റാറ്റിക് GK കൂടി അപ്ഡേറ്റ് ചെയ്ത് പോകാൻ സാധിക്കും. കുറേ ദിവസം ഇങ്ങനെ കേട്ട് നിങ്ങൾക്കത് മനപ്പാടമായി മാറും. ഓരോ വൈൽഡ് ലൈഫ് സാങ്ച്വറി, നാഷണൽ പാർക്ക് ആയാലും ഒക്കെ ഓരോ ദിവസത്തെ ന്യൂസിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റഡ് ആയിട്ടൊക്കെ വരുമ്പോൾ നിങ്ങൾക്കത് തീർച്ചയായിട്ടും മനപ്പാടമാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത ന്യൂസിലേക്ക് കിടക്കാം. യൂണിയൻ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ രമേഷ് പോഖ്രിയാൽ നിഷാങ്ക് ലോഞ്ച്ഡ് മൈ NEP 2020 പ്ലാറ്റ്ഫോം ഓഫ് NCTE വെബ് പോർട്ടൽ. അപ്പോൾ യൂണിയൻ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ രമേഷ് പോഖ്രിയാൽ നിഷാങ്ക് ആണ്. അദ്ദേഹം ലോഞ്ച് ചെയ്തു മൈ NEP പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന മൈ NEP 2020 പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്തു.
ഓഫ് NCTE വെബ് പോർട്ടൽ. അപ്പോൾ മൈ NEP 2020 പ്ലാറ്റ്ഫോം 1 April 2021 മുതൽ ഓപ്പറേഷനിലായിരിക്കും. അപ്പോൾ ഓപ്പറേഷനിലായി 15th May വരെ അത് ഓപ്പറേഷനിലായിരിക്കും. അപ്പോൾ ഈ പ്ലാറ്റ്ഫോം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീക്സ് ടു ഇൻവൈറ്റ് സജഷൻസ്, ഇൻപുട്സ്, മെമ്പർഷിപ്പ് ഫ്രം സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓഫ് പ്രിപ്പയറിംഗ് ഡ്രാഫ്റ്റ്, അതേപോലെ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് നാഷണൽ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ് ഫോർ ടീച്ചേഴ്സ് ആൻഡ് നാഷണൽ മിഷൻ ഫോർ മെൻറ്ററിംഗ് പ്രോഗ്രാം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു മൈ നേപ്പ് 2020 പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്യാൻ, ഓപ്പറേഷനിലാക്കാൻ വേണ്ടിയിട്ടുള്ള മെയിൻ കാരണം അതിന് വേണ്ടിയിട്ടാണ്. വെബ് പോർട്ടലാണത്, ആപ്പല്ല, ഒരു വെബ് പോർട്ടലാണ്. NCTE വെബ് പോർട്ടലിലാണത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അടുത്ത ന്യൂസ്, ഫോർമർ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ QCI ചീഫ്, അതിൻ്റെ ചീഫായ ആദിൽ സൈനുൽ ഭായ് അപ്പോയിൻറ്റഡ് ചെയർമാൻ ഓഫ് കപ്പാസിറ്റി ബിൽഡിംഗ് കമ്മീഷൻ. അപ്പോൾ ആദിൽ സൈനുൽ ഭായ് അപ്പോയിൻ്റ് ആയി ചെയർമാൻ ഓഫ് കപ്പാസിറ്റി ബിൽഡിംഗ് കമ്മീഷൻ്റെ ചെയർമാനായിട്ട് അപ്പോയിൻറ്റഡ് ആയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ് അപ്രൂവ്ഡ് ദ കപ്പാസിറ്റി ബിൽഡിംഗ് കമ്മീഷൻ അണ്ടർ നാഷണൽ പ്രോഗ്രാം ഫോർ സിവിൽ സർവീസസ് കപ്പാസിറ്റി ബിൽഡിംഗ്, ഓൾസോ നോൺ ആസ് മിഷൻ കർമ്മയോഗി, ടു ട്രെയിൻ സിവിൽ സർവൻസ് അറ്റ് ഓൾ ലെവൽസ്. Ramaswamy Balasubramaniam has been appointed as a member, HR, Human Resource, and Praveen Pardeshi as a member. Mission Karmayogi, the biggest bureaucratic reform initiative, was announced in 2020. അടുത്ത ന്യൂസ്, ജമ്മു ആൻഡ് കശ്മീർ ബാങ്കിൻ്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായ RK Chibbar. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇംഗ്ലീഷിൽ വായിക്കാം. ജമ്മു ആൻഡ് കശ്മീർ ബാങ്ക് CMD RK Chibbar ഗെറ്റ്സ് അനദർ എക്സ്റ്റൻഷൻ ഫോർ 6 months. അപ്പോൾ ഒരു എക്സ്റ്റൻഷൻ കൂടി കിട്ടിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 6 മാസത്തെ ഒരു എക്സ്റ്റൻഷൻ കിട്ടി. അതായത് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ പോസ്റ്റിൽ തുടരാൻ വേണ്ടിയിട്ട് 6 മാസത്തെ എക്സ്റ്റൻഷൻ കിട്ടിയിരിക്കുകയാണ്. ജമ്മു ആൻഡ് കശ്മീർ ബാങ്കിലത്തെ CMDക്കാണത് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് ജമ്മു ആൻഡ് കശ്മീർ ബാങ്ക് RK Chibbar ഗോട്ട് എറ്റ് അനദർ എക്സ്റ്റൻഷൻ. അപ്പോൾ ഇത് അയാളുടെ സെവൻത്ത് എക്സ്റ്റൻഷനാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. With this, Chibbar has grown higher in the history of Jammu and Kashmir Bank to be the longest serving chief executive whose services were extended for more than 2 years. അപ്പോൾ 2 വർഷത്തിൽ കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്ത ആളായിട്ട് ഏറ്റവും കൂടുതൽ ലോങ്ങസ്റ്റ് സെർവിങ് ചീഫ് എക്സിക്യൂട്ടീവായിട്ട് മാറിയിരിക്കുകയാണ് ഈ RK Chibbar. അപ്പോൾ നമുക്ക് ജമ്മു ആൻഡ് കശ്മീർ ബാങ്കിൻ്റെ കുറച്ച് ഫാക്ട്സ് നോക്കാം. ജമ്മു ആൻഡ് കശ്മീർ ബാങ്കിൻ്റെ CEO CMD ഒക്കെ RK Chibbar ആണ്. അത് ഇപ്പോൾ ന്യൂസിൽ നിങ്ങൾ വായിച്ചു. ഇനി നമുക്ക് ജമ്മു ആൻഡ് കശ്മീർ ബാങ്കിൻ്റെ ഫൗണ്ടേഷൻ എന്ന് വെച്ചത് 1 October 1938 അത് ഫൗണ്ടഡ് ആയത്. പിന്നെ അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ശ്രീനഗറിലാണ്. ശ്രീനഗർ ജമ്മു ആൻഡ് കശ്മീരിൻ്റെ സമ്മർ ക്യാപിറ്റലാണ്. ജമ്മു ആണ് ജമ്മു ആൻഡ് കശ്മീരിൻ്റെ വിൻ്റർ ക്യാപിറ്റൽ. നമുക്ക് അടുത്ത ന്യൂസിലേക്ക് കടക്കാം. ഇൻ്റർനാഷണൽ ചിൽഡ്രൻസ് ബുക്ക് ഡേ April 2. അപ്പോൾ ഇൻ്റർനാഷണൽ ചിൽഡ്രൻസ് ബുക്ക് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് April 2 Each year, different national section of International Board on Books for Young People has the opportunity to be the international sponsor of ICBD. ICBD പറഞ്ഞ International Children's Book Day. This year, IBPY US is the sponsor. അപ്പോൾ ഇൻ്റർനാഷണൽ ബോർഡ് ഓൺ ബുക്സ് ഫോർ യങ് പീപ്പിളിൻ്റെ US ആണ് ഇപ്രാവശ്യത്തെ സ്പോൺസർ. അപ്പോൾ ഇൻ്റർനാഷണൽ ബോർഡ് ഓൺ ബുക്സ് ഫോർ യങ് പീപ്പിളിൻ്റെ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്. അത് ഫൗണ്ട് ചെയ്ത സ്ഥലം സൂറിച്ച്, സ്വിറ്റ്സർലാൻഡിലാണ്. 1953 അത് ഫോം ചെയ്തത്. ഇനി അടുത്ത ന്യൂസ്, മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ് സെറ്റപ്പ് എക്സ്പേർട്ട് കമ്മിറ്റീസ് ഫോർ സജസ്റ്റിംഗ് സ്റ്റാൻഡേർഡ്സ് അണ്ടർ OSH and WC കോഡ് 2020. അപ്പോൾ ഈ OSH and WC കോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? OSH and WC കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്യുപ്പേഷണൽ സേഫ്റ്റി ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ് എന്നാണ് അർത്ഥം. ഒക്യുപ്പേഷണൽ സേഫ്റ്റി ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻ കോഡ് 2020. മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ് സെറ്റപ്പ് എക്സ്പേർട്ട് കമ്മിറ്റിയെ സെറ്റപ്പ് ചെയ്തു ഫോർ സജസ്റ്റിംഗ് സ്റ്റാൻഡേർഡ്സ് അണ്ടർ. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ്സ് സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അണ്ടർ ദ ഒക്യുപ്പേഷണൽ സേഫ്റ്റി ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ് കോഡിൻ 2020 കോഡിൻ്റെ അണ്ടറിൽ സ്റ്റാൻഡേർഡ്സ് സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എക്സ്പേർട്ട് കമ്മിറ്റീസ് ഫോർ ഫാക്ടറീസ് ആൻഡ് ഡോക്ക് വർക്സ് will be chaired by Dr. R.K. Elangovan,
building and other construction works will be headed by PNL Murthy and Fire Safety Committee by DK Sami. The Occupational Safety, Health and Working Conditions Code 2020 has been enacted after amalgamating 13 different labor legislations to simplify the laws relating to occupational safety, health and working conditions. അപ്പോൾ ഈ ഒരു Occupational Safety, Health and Working Conditions Code 2020 ഫോം ചെയ്തത് 13 ഡിഫറെൻറ്റ് ലെജിസ്ലേഷൻസിനെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ്. അത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ സിംപ്ലിഫൈ ലോസ്. അപ്പോൾ ഒക്യുപ്പേഷണൽ സേഫ്റ്റി, ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസിൻ്റെ ഒരു ലോസിനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. അടുത്ത ന്യൂസ്, ഡാൽ ലേക്ക് ആൻഡ് 5 other lakes in Jammu and Kashmir to be declared protected wetlands. അപ്പോൾ ശ്രീനഗറിലത്തെ ഡാൽ ലേക്ക് അലോങ് വിത്ത് 5 other famous ones in Jammu and Kashmir are to be declared protected wetlands. The other lakes include ബാക്കി 5 ലേക്സിൻ്റെ പേരാണ് പുർമണ്ടൽ ലേക്ക്, അതേപോലെ ഓൾസോ കോൾഡ് ആസ് ഛോട്ടാ കാശി എന്ന് അറിയണ പുർമണ്ടൽ ലേക്ക്, അതേപോലെ സാനസാർ, പിന്നെ മനാസ്ബൽ ഇൻ ജമ്മു റീജിയൻ ആൻഡ് വൂളാർ, ഡാൽ ആൻഡ് നൈജീൻ ഇൻ കാശ്മീർ റീജിയൻ. അപ്പോൾ ഈ 5 ലേക്സാണ് ജമ്മു ആൻഡ് കാശ്മീരിലത്തെ ഈ 5 ലേക്സിനെ പ്രൊട്ടക്റ്റഡ് വെറ്റ്ലാൻഡ്സ് ആയിട്ട് ഡിക്ലെയർ ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചെയ്യാൻ പോകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദർ ആർ എ ടോട്ടൽ 3754 വാട്ടർ ബോഡീസ് ഇൻ ദി യൂണിയൻ ടെറിട്ടറി. അപ്പോൾ ജമ്മു ആൻഡ് കാശ്മീരിൽ ടോട്ടൽ 3754 വാട്ടർ ബോഡീസ് ഉണ്ട്. നമുക്ക് ജമ്മു ആൻഡ് കാശ്മീർ റിലേറ്റഡ് ന്യൂസ് ആയതുകൊണ്ട് ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ കുറച്ച് ഫാക്ട്സ് നോക്കാം. ഞാൻ ഇതിന് മുമ്പും പറഞ്ഞു തന്നു, ജമ്മു ആൻഡ് കാശ്മീരിന് 2 ക്യാപിറ്റലാണുള്ളത്. ഒന്ന് സമ്മർ ക്യാപിറ്റൽ, ഒന്ന് വിൻ്റർ ക്യാപിറ്റൽ. സമ്മർ ക്യാപിറ്റൽ ശ്രീനഗറാണ്, വിൻ്റർ ക്യാപിറ്റൽ ജമ്മു ആണ്. ലെഫ്റ്റനൻറ്റ് ഗവർണർ, ജമ്മു ആൻഡ് കാശ്മീരിലത്തെ ലെഫ്റ്റനൻറ്റ് ഗവർണർ മനോജ് സിൻഹയാണ്. പിന്നെ കുറച്ച് നാഷണൽ പാർക്സിൻ്റെ പേര് ഞാൻ വായിക്കാം. ജമ്മു ആൻഡ് കാശ്മീരിലുള്ളതാണ് കിഷ്ത്വർ നാഷണൽ പാർക്ക്, ഹെമ്മിസ് നാഷണൽ പാർക്ക്, ദച്ചിഗം നാഷണൽ പാർക്ക്, സലിമലി നാഷണൽ പാർക്ക്. അതേപോലെ കുറച്ച് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഉണ്ട് അത് ജമ്മു കാശ്മീരിൽ, അത് ഞാൻ വായിക്കാം. ഗുൽമാർഗ് വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഹൊക്കേർസർ വൈൽഡ് ലൈഫ് സാങ്ച്വറി, ജസ്റോട്ട വൈൽഡ് ലൈഫ് സാങ്ച്വറി, ലച്ചിപ്പോറ വൈൽഡ് ലൈഫ് സാങ്ച്വറി. പിന്നെ വൂളാർ ലേക്ക്, ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ഇൻ ഏഷ്യയിലെ ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്കാണ് വൂളാർ ലേക്ക്. അതും ജമ്മു ആൻഡ് കാശ്മീരിലാണ് ഉള്ളത്. ഇനി അടുത്ത ന്യൂസ് വായിക്കാം. മല്ലിക ശ്രീനിവാസൻ അപ്പോയിൻറ്റഡ് ചെയർപേഴ്സൺ ഓഫ് പബ്ലിക് എൻ്റർപ്രൈസസ് സെലക്ഷൻ ബോർഡ്. അപ്പോൾ പബ്ലിക് എൻ്റർപ്രൈസസ് സെലക്ഷൻ ബോർഡിൻ്റെ ചെയർപേഴ്സണായിട്ട് മല്ലിക ശ്രീനിവാസനെ അപ്പോയിൻറ്റ് ചെയ്തു. ഇപ്പോൾ മല്ലിക ശ്രീനിവാസൻ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് TAFE. അതൊരു 93 ബില്യൺ റുപ്പീസ് ട്രാക്ടർ മേജർ ഇൻകോർപ്പറേറ്റഡ് ഇൻ 1916 ചെന്നൈ. ഒരു ട്രാക്ടർ മേജർ കമ്പനിയാണത്. അതിൻ്റെ TAFE എന്ന് പറയുന്ന ആ സ്ഥാപനത്തിൻ്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് മല്ലിക ശ്രീനിവാസൻ. ഇപ്പോൾ അപ്പോയിൻ്റ് ആയത് പബ്ലിക് എൻ്റർപ്രൈസസ് ചെയർപേഴ്സൺ ഓഫ് പബ്ലിക് എൻ്റർപ്രൈസസ് സെലക്ഷൻ ബോർഡിൻ്റെ ചെയർപേഴ്സണായിട്ടാണ് സെലക്ട് ആയത്. അപ്പോൾ മല്ലിക ശ്രീനിവാസൻ വിൽ ബി ദ ഫസ്റ്റ് പ്രൈവറ്റ് സെക്ടർ എക്സിക്യൂട്ടീവ്. അപ്പോൾ ഇങ്ങനൊരു പബ്ലിക് സെക്ടർ എൻറ്റിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഫസ്റ്റ് പ്രൈവറ്റ് സെക്ടർ എക്സിക്യൂട്ടീവ് ആയിരിക്കും ഈ മല്ലിക ശ്രീനിവാസൻ. നമുക്ക് അടുത്ത ന്യൂസിലേക്ക് കിടക്കാം. RBI extends timeline for processing of recurring online transactions by 6 months. അപ്പോൾ RBI has decided to extend the timeline for banks and other institutions to migrate to the framework for processing e-mandates on recurring online transactions by 6 months to September 30. അപ്പോൾ റിക്കറിങ് ഓൺലൈൻ ട്രാൻസാക്ഷൻസ് എക്സ്റ്റെൻസ് ടൈം ലൈൻ ഫോർ പ്രോസസ്സിംഗ് ഓഫ് റിക്കറിങ് ഓൺലൈൻ ട്രാൻസാക്ഷൻസിനെ 6 മാസം കൂടി ടൈം ലൈൻ നീട്ടിക്കൊടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. RBI ആണത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മുമ്പ് കൊടുത്ത ടൈം ലൈൻ മാർച്ച് 31 എൻഡായി. ഇപ്പോൾ അത് സെപ്റ്റംബർ 30 വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ RBI റിലേറ്റഡ് ന്യൂസ് ആയതുകൊണ്ട് RBIയുടെ കുറച്ച് ഫാക്ട്സ് നമുക്ക് നോക്കാം. RBI എസ്റ്റാബ്ലിഷ് ആയത് 1 ഏപ്രിൽ 1935 RBIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈ ആണ്. ഗവർണർ ശക്തികാന്ത ദാസ് ആണ്. ഡെപ്യൂട്ടി ഗവർണേഴ്സ് പേര് ഞാൻ വായിക്കാം. BP കണുങ്കോ, MK ജെയിൻ, മഹേഷ് കുമാർ ജെയിൻ, മൈക്കിൾ ദേബപത്ര പത്ര, അതേപോലെ M രാജേശ്വർ റാവു ആണ് ഡെപ്യൂട്ടി ഗവർണേഴ്സ് ഓഫ് RBI. നമുക്ക് അടുത്ത ന്യൂസിലേക്ക് കിടക്കാം. മുഖ്മീത് S ഭാട്ടിയ ടേക്സ് ഓവർ ദ ചാർജ് ഓഫ് എ ഡയറക്ടർ ജനറൽ ഓഫ് ESIC.
അപ്പോൾ ESICയുടെ ഡയറക്ടർ ജനറലായിട്ട് മുക്മീത് എസ് ബാത്തിയ ചാർജ് എടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മുക്മീത് എസ് ബാത്തിയ ടുക്ക് ഓവർ ദ ചാർജ് ഓഫ് ഡയറക്ടർ ജനറൽ ഓഫ് എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ. ESIC എന്ന് വെച്ചാൽ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷനാണ്. അതിൻ്റെ ഡയറക്ടർ ജനറലായിട്ട് മുക്മീത് എസ് ബാത്തിയ ചാർജ് ഏറ്റെടുത്തു എന്നാണ് പറയുന്നത്. അണ്ടർ മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഗവൺമെൻറ്. ESIC വരുന്നത് മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാണത് വരിക. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ഇന്ത്യ അറ്റ് ഇറ്റ്സ് ഹെഡ് ക്വാർട്ടേഴ്സ് ഓൺ April 1, 2021 ഇൻ ന്യൂഡൽഹി. ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. അപ്പോൾ നമുക്ക് അടുത്ത ന്യൂസിലേക്ക് കടക്കുന്നതിന് മുമ്പ് എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ്റെ കുറച്ച് ഫാക്ട്സ് നോക്കാം. ഇപ്പോൾ ഡയറക്ടർ ജനറലായിട്ട് സ്ഥാനം ഏറ്റെടുത്തത് മുക്മീത് എസ് ബാട്ടിയാണ്. അതിൻ്റെ ഫൗണ്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൗണ്ടഡ് ഇയർ 24 February 1952 ആണ്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. അപ്പോൾ അടുത്ത ന്യൂസ് 9 cities ഇൻ ന്യൂസിലാൻഡ് ആൻഡ് ഓസ്ട്രേലിയ ടു ഹോസ്റ്റ് 2023 FIFA വുമൻസ് വേൾഡ് കപ്പ്. അപ്പോൾ മൊത്തം ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും കൂടിയിട്ട് 9 സിറ്റികൾ 2023 FIFA വുമൻസ് വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും കൂടിയിട്ടായിരിക്കും ഈ ഒരു വേൾഡ് കപ്പ് നടക്കുക. അപ്പോൾ ഇപ്പോഴത്തെ ഡിഫെൻഡിങ് ചാമ്പ്യൻ എന്ന് പറയുന്നത് US ആണ്. US വുമൻസ് നാഷണൽ ടീമാണ് ഇപ്പോഴത്തെ ഡിഫെൻഡിങ് ചാമ്പ്യൻസ്. The opening match will take place at Eden Park in Auckland with Sydney Stadium, Australia hosting the final. അപ്പോൾ ഓസ്ട്രേലിയയിലത്തെ സിഡ്നി സ്റ്റേഡിയം ആയിരിക്കും അതിൻ്റെ ഫൈനൽ ഹോസ്റ്റ് ചെയ്യുക. പിന്നെ 2 സെമിഫൈനൽ മാച്ചസ് വിൽ ബി സ്പ്ലിറ്റ് ബിറ്റ്വീൻ ഓസ്ട്രേലിയ ആൻഡ് ന്യൂസിലാൻഡ്. അപ്പോൾ 2 സെമിഫൈനൽ മാച്ചസ് ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലുമായിട്ട് സ്പ്ലിറ്റ് ആയിട്ടായിരിക്കും നടക്കുക. It will be the first of a kind World Cup co-hosted by the members of different confederations and will also be the first to feature 32 teams up from 24 that participated in 2019 France World Cup. അപ്പോൾ 2019 ഫ്രാൻസ് വേൾഡ് കപ്പിൽ ടോട്ടൽ 24 ടീംസാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. ഇപ്രാവശ്യം ഇത് ഫസ്റ്റ് ടൈമാണ് 32 പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു വേൾഡ് കപ്പ് ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലുമാണ് അതിൻ്റെ വെന്യൂ 2023 FIFA വുമൻസ് വേൾഡ് കപ്പിൻ്റെ. അപ്പോൾ ഓസ്ട്രേലിയയുടെയും ന്യൂസിലാൻഡിൻ്റെയും ക്യാപിറ്റലും കറൻസിയും നമുക്കൊന്ന് പഠിക്കാം. അപ്പോൾ ഓസ്ട്രേലിയയുടെ ക്യാപിറ്റൽ കാൻബറയാണ്, കറൻസി ഡോളറാണ്. ന്യൂസിലാൻഡിൻ്റെ വെല്ലിംഗ്ടൺ ആണ്, കറൻസി ഡോളറാണ്. ഇനി അടുത്ത ന്യൂസ്, വേൾഡ് ഓട്ടിസം അവയർനെസ് ഡേ 2 April ഒബ്സർവ് ചെയ്യുന്നത്. ദിസ് ഡേ ഈസ് സെലിബ്രേറ്റഡ് ഇൻ ഓർഡർ ടു ടേക്ക് മെഷേഴ്സ് ടു റൈസ് അവയർനെസ് അബൌട്ട് ദ പീപ്പിൾ വിത്ത് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ത്രൂ ഔട്ട് ദ വേൾഡ്. അപ്പോൾ ഈ ഡേ ഒബ്സർവ് ചെയ്യുന്നത് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ കുറിച്ചൊരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു ഡേ ഒബ്സർവ് ചെയ്യുന്നത്, സെലിബ്രേറ്റ് ചെയ്യുന്നത്. വേൾഡ് ഓട്ടിസം അവയർനെസ് ഡേ April 2 ആണ്. അപ്പോൾ ഇതിൻ്റെ തീം, ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് ഓട്ടിസം അവയർനെസ് ഡേയുടെ തീമാണ് ഇൻക്ലൂഷൻ ഇൻ വർക്ക് പ്ലേസ്, ചാലഞ്ചസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ എ പോസ്റ്റ് പാൻഡമിക് വേൾഡ്. തീം എന്താണ്? ഇൻക്ലൂഷൻ ഇൻ വർക്ക് പ്ലേസ്, ചാലഞ്ചസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ എ പോസ്റ്റ് പാൻഡമിക് വേൾഡ്. അപ്പോൾ നമുക്ക് അടുത്ത ന്യൂസിലേക്ക് കടക്കാം. ഏരിയ അറ്റ് അംബോലി ഇൻ മഹാരാഷ്ട്ര സിന്ധുദുർഗ് നെയിംഡ് ആസ് ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റ്. അപ്പോൾ ഏരിയ മഹാരാഷ്ട്രയിലെ അംബോലി എന്ന് പറയുന്ന സ്ഥലം, അവിടെ സിന്ധുദുർഗിലത്തെ മഹാരാഷ്ട്ര സിന്ധുദുർഗ് നെയിംഡ് ആസ് ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റായിട്ട് നെയിം ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏരിയ അറ്റ് അംബോലി ഇൻ മഹാരാഷ്ട്ര സിന്ധുദുർഗ്. അപ്പോൾ മഹാരാഷ്ട്രയിലത്തെ സിന്ധുദുർഗിലത്തെ അംബോലി എന്ന് പറയുന്ന ഏരിയയാണ് ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റായിട്ട് നെയിം ചെയ്തിരിക്കുന്നത്. അടുത്ത ന്യൂസിലേക്ക് കിടക്കാം. ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇൻറ്റേർണൽ ട്രേഡ് റീവാംസ് IEM എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ എൻ്റർപ്രണേഴ്സ് മെമ്മോറാൻഡം പോർട്ടൽ ടു എൻഹാൻസ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇൻറ്റേർണൽ ട്രേഡ് IEMൻ്റെ പോർട്ടൽ ടു എൻഹാൻസ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. അപ്പോൾ ദ ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇൻറ്റേർണൽ ട്രേഡ് ഹാസ് റിവാംപ്ഡ് ഇറ്റ്സ് ഇൻഡസ്ട്രിയൽ എൻ്റർപ്രണേഴ്സ് മെമ്മോറാൻഡം പോർട്ടൽ ഓഫറിംഗ് സിംഗിൾ IEM ഫോർ വൺ കമ്പനി ദാറ്റ് വുഡ് ക്യാപ്ചർ ദ ഡീറ്റെയിൽസ് ഓഫ് ഓൾ ലൊക്കേഷൻസ് ആൻഡ് സെക്ടേഴ്സ്. അപ്പോൾ ഇത് എന്താണ് റീവാമ്പ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പോർട്ടൽ ഓഫറിംഗ് സിംഗിൾ IEM ഫോർ വൺ കമ്പനി ദാറ്റ് വുഡ് ക്യാപ്ചർ ഓൾ ദ ഡീറ്റെയിൽസ് ഓഫ് ഓൾ ഇറ്റ്സ് ലൊക്കേഷൻസ് ആൻഡ് സെക്ടേഴ്സ്. അപ്പോൾ സിംഗിൾ IEM ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ
ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇൻറ്റേർണൽ ട്രേഡ് IEM-നെ റീവാമ്പ് ചെയ്തു. പോർട്ടൽ ടു എൻഹാൻസ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് അത് റീവാമ്പ് ചെയ്തത്. ദിസ് ഹാസ് ബീൻ ഡൺ വിത്ത് എ വ്യൂ ടു എൻഹാൻസിങ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ആൻഡ് ട്രാൻസ്പെറൻസി. ഇത് ചെയ്തിരിക്കുന്നത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എൻഹാൻസ് ചെയ്യാനും അതേപോലെ ട്രാൻസ്പെറൻസി ഒക്കെ, അതായത് ഒരു എളുപ്പം എല്ലാം ലഘൂകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇൻറ്റേർണൽ ട്രേഡ് ഇൻഡസ്ട്രിയൽ എൻ്റർപ്രണേഴ്സ് മെമ്മോറാൻഡം റീവാമ്പ് ചെയ്തത്. നമുക്ക് അടുത്ത ന്യൂസിലേക്ക് കിടക്കാം. CBIC നോട്ടിഫൈസ് ഐസ്ഗേറ്റ് ആസ് കോമൺ പോർട്ടൽ ഫോർ രജിസ്ട്രേഷൻ ഓഫ് ബിൽസ് ഓഫ് എൻട്രി. രജിസ്ട്രേഷൻ അതേപോലെ ബിൽസ് ഓഫ് എൻട്രി ഒക്കെ നോട്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കോമൺ പോർട്ടൽ ഐസ്ഗേറ്റ് ആയിട്ട് നോട്ടിഫൈ ചെയ്തിരിക്കുകയാണ് CBIC. CBIC എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസ് ഹാസ് സ്പെസിഫൈഡ് ദ പോർട്ടൽ ആസ് ദ വൺ ഫോർ ഫെസിലിറ്റേറ്റിംഗ് രജിസ്ട്രേഷൻ, ഫയലിംഗ് ഓഫ് ബിൽസ് ഓഫ് എൻട്രി, ഷിപ്പിംഗ് ബിൽസ്, അതർ ഡോക്യുമെൻറ്റ്സ് ആൻഡ് ഫോംസ് പ്രിസ്ക്രൈബ്ഡ് അണ്ടർ കസ്റ്റംസ് ആക്ട് or any other laws besides duty payments and data exchange with other systems within or outside India. അപ്പോൾ CBIC has also amended the bill of entry forms for the same. അപ്പോൾ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസ് ഐസ്ഗേറ്റിനെ ഒരു കോമൺ പോർട്ടലായിട്ട് നോട്ടിഫൈ ചെയ്തു ഫോർ രജിസ്ട്രേഷൻ ആൻഡ് ബിൽസ് ഓഫ് എൻട്രിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ CBICയുടെ കുറച്ച് ഫാക്ട്സ് നമുക്ക് നോക്കാം. സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസ് ഫൗണ്ടേഷൻ ഇയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ജനുവരി 1964 അത് ഫോം ചെയ്തത്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണുള്ളത്. അതിൻ്റെ ചെയർപേഴ്സൺ M. അജിത് കുമാറാണ്. ഇനി അടുത്ത ന്യൂസ്, വെസ്റ്റ് സെൻട്രൽ റെയിൽവേ ബിക്കംസ് ഫസ്റ്റ് ഫുള്ളി ഇലക്ട്രിഫൈഡ് ഇന്ത്യൻ റെയിൽവേസ് സോൺ. അപ്പോൾ വെസ്റ്റ് സെൻട്രൽ ഏത് റെയിൽവേസ് ആണ്, ഏത് റെയിൽവേ സോണാണ് ഫസ്റ്റ് ഫുള്ളി ഇലക്ട്രിഫൈഡ് ഇന്ത്യൻ റെയിൽവേ സോണായിട്ട് മാറിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെസ്റ്റ് സെൻട്രൽ റെയിൽവേ ആണ് ഫസ്റ്റ് ഫുള്ളി ഇലക്ട്രിഫൈഡ് ഇന്ത്യൻ റെയിൽവേ സോണായിട്ട് മാറിയത്. അടുത്ത ന്യൂസ്, ഇന്ത്യ കീപ്സ് ഇൻഫ്ലേഷൻ ടാർഗറ്റ് അൺചേഞ്ച്ഡ് ഫോർ ദ നെക്സ്റ്റ് 5 years. അപ്പോൾ ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ റേറ്റ് അടുത്ത 5 വർഷത്തിന് അൺചേഞ്ച്ഡ് ആയിട്ട് കീപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് ഹാസ് കെപ്റ്റ് ദ ഇൻഫ്ലേഷൻ ടാർഗറ്റ് ഫോർ ദ നെക്സ്റ്റ് 5 years അൺചേഞ്ച്ഡ് അറ്റ് 4%, അതായത് +or-2 വരാം. 4 +or-2 അതായിട്ട് ഇന്ത്യ 5 വർഷത്തേക്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. The inflation target, the first such in India's monetary policy history, was set in August 2016 and was valid until March 31st, 2021. അപ്പം March 31st, 2021 വരെ അത് വാലിഡ് ആയിരുന്നു. എന്ന് വെച്ചാൽ 5 വർഷത്തേക്കുള്ള ഇൻഫ്ലേഷൻ ടാർഗറ്റ്. ഇപ്പോൾ വീണ്ടും 5 വർഷത്തേക്ക് ഇപ്പോൾ ഇന്ത്യ സെറ്റ് ചെയ്തിരിക്കുകയാണ്. 4% +or-2 ആണ് ഇപ്പോൾ സെറ്റ് ചെയ്തത്. അപ്പോൾ നോ ചേഞ്ച് ഇൻ എയ്തർ ദ ടാർഗറ്റ് ബാൻഡ് ഓഫ് 2 to 6% ഓർ മിഡ് പോയിൻ്റ് അറ്റ് 4%. അപ്പോൾ 4% +or-2 എന്ന് വെച്ച് കഴിഞ്ഞാൽ +2 ആവുമ്പോൾ 6ഉം അതേപോലെ -2 ആയാൽ 2ഉം, അങ്ങനെ 2 to 6% അല്ലെങ്കിൽ മിഡായിട്ട് 4% വരെയാണ് ഇന്ത്യ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത ന്യൂസ് നമുക്ക് നോക്കാം. വൈസ് പ്രസിഡന്റ് വെങ്കയ്യ നായിഡു റിലീസസ് ബുക്ക് സുപാരി പാലന ബൈ റിട്ടയർഡ് സിവിൽ സർവൻറ്റ് ഡോക്ടർ ശൈലേന്ദ്ര ജോഷി. അപ്പോൾ ഡോക്ടർ ശൈലേന്ദ്ര ജോഷിയാണ് ഈ ബുക്ക് എഴുതിയിരിക്കുന്നത്. തെലങ്കാന ചീഫ് സെക്രട്ടറിയാണ് ശ്രീ SK ജോഷി, ശൈലേന്ദ്ര ജോഷി. അപ്പോൾ ദ ബുക്ക് സുപാരി പാലന ഈസ് എ തെലുഗു ട്രാൻസ്ലേഷൻ ഓഫ് എക്കോ ടി കോളിംഗ് ടുവേർഡ്സ് പീപ്പിൾ സെൻട്രിക് ഗവർണൻസ്, റിട്ടൺ ബൈ ഫോർമർ തെലങ്കാന ചീഫ് സെക്രട്ടറി ശ്രീ SK ജോഷി. അപ്പോൾ ദ ട്രാൻസ്ലേറ്റർ ഓഫ് ദ ബുക്ക് ഈസ് ശ്രീ അന്നവറപ്പു ബ്രഹ്മയ്യ ആൻഡ് ദ പബ്ലിഷർ ഈസ് ശ്രീ മാരുതി. അപ്പോൾ ഇതിലത്തെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈസ് പ്രസിഡന്റ് M. വെങ്കയ്യ നായിഡു ബുക്ക് റിലീസ് ചെയ്തതാണ്. സുപാരി പാലന എന്ന് പറയുന്ന ബുക്ക് അത് എഴുതിയത് റിട്ടയർഡ് സിവിൽ സർവൻ്റായ ഡോക്ടർ ശൈലേന്ദ്ര ജോഷി അല്ലെങ്കിൽ SK ജോഷിയാണ് അത് എഴുതിയത്. നമുക്ക് അടുത്ത ന്യൂസിലേക്ക് കടക്കാം. നാഷണൽ പേയ്മെൻറ്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സെറ്റ്സ് അപ്പ് സബ്സിഡറി NPCI ഭാരത് ബിൽ പേ ലിമിറ്റഡ്. അപ്പോൾ നാഷണൽ പേയ്മെൻറ്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സബ്സിഡറി ആയ NPCI ഭാരത് ബിൽ പേ ലിമിറ്റഡ് സെറ്റപ്പ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ NPCI ഹാസ് ട്രാൻസ്ഫേർഡ് ഓൾ ഇറ്റ്സ് ഭാരത് ബിൽ പേയ്മെൻറ്റ് സിസ്റ്റം
transaction mandates to NBBL effectively hiving off its automated billing business. അപ്പോൾ നാഷണൽ ബിൽ പേയ്മെൻറ്റ്സ് കോർപ്പറേഷൻ സബ്സിഡറി NPCI ഭാരത് ബിൽ പേ ലിമിറ്റഡ് സെറ്റപ്പ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് എഫക്റ്റീവ് ഡേറ്റ് അതിൻ്റെ April 1 മുതൽ എഫക്റ്റീവ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത ന്യൂസ്, സുഭാഷ് കുമാർ ടേക്സ് അഡീഷണൽ ചാർജ് ആസ് ONGC ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ സ്ഥാനം കൂടി ഏറ്റെടുത്തിരിക്കുകയാണ്. ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻസിൻ്റെ ഡയറക്ടർ ജനറൽ സുഭാഷ് കുമാർ അസ്യൂംഡ് അഡീഷണൽ ചാർജസ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ. അപ്പോൾ ONGCയുടെ തന്നെ ഫിനാൻസ് രംഗത്തെ ഡയറക്ടറായ സുഭാഷ് കുമാർ അഡീഷണൽ ചാർജ്, ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറുടെ അഡീഷണൽ ചാർജ് കൂടി ഏറ്റെടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കുമാർ ടുക്ക് ചാർജ് അപ്പോൺ ദ സൂപ്പറാനുവേഷൻ ഓഫ് ഇൻകുംബൻറ്റ് CMD ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ശശി ശങ്കർ ഓൺ March 31, 2021. അപ്പോൾ ആ ടേം, ശശി ശങ്കറിൻ്റെ ടേം എൻ്റെ ആയപ്പോഴാണ് കുമാർ ചാർജ് ഏറ്റെടുത്തത്. കുമാർ എന്ന് വെച്ചാൽ സുഭാഷ് കുമാർ. അടുത്ത ന്യൂസ്, രജനീകാന്ത് ടു ബി ഹോണേർഡ് വിത്ത് 51st ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ്. അപ്പോൾ 51st ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് രജനീകാന്തിന് ലഭിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇറ്റ് വിൽ ബി പ്രസൻറ്റഡ് ഓൺ 3rd May, ഇന്ന് കൊടുത്തു. അലോങ് വിത്ത് നാഷണൽ ഫിലിം അവാർഡ്സ്, ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ഫോർ 2018 അമിതാഭ് ബച്ചൻ. അപ്പോൾ 2018 അമിതാഭ് ബച്ചനാണ്, 2019 ആണ് രജനീകാന്തിൻ്റെ. അത് ഈ വർഷമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് എന്തിനാണ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസൻറ്റഡ് ആനുവലി അറ്റ് ദ നാഷണൽ ഫിലിം അവാർഡ് സെറമണിയിലാണ് ഇത് കൊടുക്കുക. ദ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് റെക്കഗ്നൈസസ് ഔട്ട്സ്റ്റാൻഡിംഗ് കോൺട്രിബ്യൂഷൻ ടു ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഇന്ത്യൻ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് കോൺട്രിബ്യൂഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു അവാർഡ് കൊടുക്കുന്നത്. അടുത്ത ന്യൂസ്, ഇന്ത്യൻ ആർമി ടു പാർട്ടിസിപ്പേറ്റ് ഇൻ എ മൾട്ടിനാഷണൽ എക്സസൈസ് ശാന്തിർ ഒഗ്രോസേന 2021 ഇൻ ബംഗ്ലാദേശ്. അപ്പോൾ എക്സസൈസ് ശാന്തിർ ഒഗ്രോസേന 2021 ഫ്രണ്ട് റണ്ണർ ഓഫ് ദി പീസ് എന്നാണ് അതിൻ്റെ അർത്ഥം. വിൽ ബി ഹെൽഡ് അറ്റ് ബംഗ്ലാദേശ് ടു കോമമറേറ്റ് ദ ബർത്ത് സെൻറ്റനറി ഓഫ് ബംഗ്ലാദേശ് ഫാദർ ഓഫ് ദ നേഷൻ ബംഗബന്ധു ഷെയ്ഖ് മുജീബുർ റഹ്മാൻ ആൻഡ് മാർക്ക് ഗ്ലോറിയസ് 50 years of liberation മാർക്ക് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു മിലിറ്ററി എക്സസൈസായ ശാന്തിർ ഒഗ്രോസേന കൊമമറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ ആർമി കണ്ടിൻജൻറ്റ് കംപ്രൈസിംഗ് ഓഫ് 30 personnel ഇൻക്ലൂഡിംഗ് ഓഫീസേഴ്സ്, JCOs ആൻഡ് ജവാൻസ് ഓഫ് എ ബറ്റാലിയൻ ഫ്രം ദ ഡോഗ്ര റെജിമെൻറ്റ് വിൽ പാർട്ടിസിപ്പേറ്റ്. അപ്പോൾ ഇന്ത്യൻ സൈഡിൽ നിന്ന് ഇന്ത്യൻ ആർമി കണ്ടിൻജൻറ്റ് കംപ്രൈസിംഗ് 30 personnel ഓഫ് ഇൻക്ലൂഡിങ് 30 personnel അതിൽ പങ്കെടുക്കുക. ദ തീം ഓഫ് ദ എക്സസൈസ്, ഈ എക്സസൈസിൻ്റെ ഒരു തീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തീം റോബസ്റ്റ് പീസ് കീപ്പിംഗ് ഓപ്പറേഷൻസ് ആണ് ഈ വർഷത്തെ തീം. നമുക്ക് അടുത്ത ന്യൂസിലേക്ക് കടക്കാം. DRDO ലാബ് ഡെവലപ്സ് ലൈറ്റ് വെയ്റ്റ് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ഫോർ റിക്വയർമെൻറ്റ്സ് ഓഫ് ആർമി. അപ്പോൾ DRDO ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ ലാബ് ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്. ഒരു ലൈറ്റ് വെയ്റ്റ് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ ആർമിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരു 9 kilogram ഭാരമുള്ള ജാക്കറ്റാണ്, മീറ്റിംഗ് ദ ക്വാളിറ്റേറ്റീവ് റിക്വയർമെൻറ്റ്സ് ഓഫ് ദി ഇന്ത്യൻ ആർമി. അപ്പോൾ ടെക്നോളജി റെഡ്യൂസസ് ദ വെയ്റ്റ് മീഡിയം സൈസ്ഡ് BJP ഫ്രം 10.4 kilogram ഉണ്ടായിരുന്നതാണ്, അത് 9 kilogram ആയിട്ട് ചുരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതൊരു ലൈറ്റ് വെയ്റ്റ് ജാക്കറ്റാണ്, ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ്. ഈ ന്യൂസ് DRDOന് റിലേറ്റഡ് ആയതുകൊണ്ട് നമുക്ക് DRDO ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ്റെ കുറച്ച് ഫാക്ട്സ് നോക്കാം. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ ഫൗണ്ടേഷൻ ഇയർ 1958 ആണ്. ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. അതിൻ്റെ ചെയർമാൻ G. സതീഷ് റെഡ്ഡിയാണ്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. എല്ലാ ന്യൂസും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വിട്ടുപോയ ന്യൂസുകളും കഴിഞ്ഞ ക്ലാസ്സുകളിൽ വിട്ടുപോയ ന്യൂസും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു എവ്രി വൺ. താങ്ക് യു.